നമഃ ശിവായ. നമുക്കിന്ന് ശിവഭക്തന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് പ്രദോഷവ്രതം. പ്രദോഷവ്രതം ഒരു മാസം 2 വ്രതം ഉണ്ട്, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. ഈ പ്രദോഷവ്രതത്തിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് അത് ആ വ്രതം എടുത്ത ആൾക്കാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാനും പ്രദോഷവ്രതം എടുത്തൊരു വ്യക്തിയാണ്. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തലേ ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ച് പ്രദോഷത്തിൻ്റെ അന്ന് വൈകിട്ട് 6 മണി വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നാണ് പറയുന്നത്. പ്രദോഷ സമയം ത്രിസന്ധ്യ സമയത്ത് ശിവക്ഷേത്രത്തിൽ ദീപാരാധന കഴിച്ച് ഭഗവാന് നിവേദിച്ച നിവേദ്യം ഭക്ഷിച്ച് ആ പ്രദോഷവ്രതം അന്ന് അവസാനിപ്പിക്കും. അത് കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും ഉണ്ട്. കറുത്ത പക്ഷം പ്രദോഷവ്രതം എടുക്കുന്നതാണ് ഉത്തമം. ശനിയാഴ്ച പ്രദോഷം വരുന്ന ദിവസം ഈ വ്രതം തുടങ്ങുകയും ഇത് അവസാനിക്കുന്നത് തിങ്കളാഴ്ച പ്രദോഷം വരുന്ന ദിവസം അവസാനിപ്പിക്കുന്നതാണ് ഉത്തമം. 12 പ്രദോഷവ്രതം എടുത്ത് 13ാമത്തെ പ്രദോഷത്തിൽ നിർത്താം. അങ്ങനെയാണ് സാധാരണ ശിവഭക്തന്മാർ ചെയ്യുന്നത്. പല മനസ്സിൽ സങ്കല്പിച്ച കാര്യങ്ങളും പ്രദോഷവ്രതം കൊണ്ട് സാധിച്ച ആൾക്കാർ എനിക്ക് പലരെയും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രദോഷം ഒരു ഉത്തമ വ്രതമായിട്ടാണ് ഞാൻ കാണുന്നത്. സാക്ഷാൽ പരമേശ്വരൻ്റെ ലീലാവിലാസങ്ങൾ സർവദേവന്മാരും ഈ ദിവസം ശിവസന്നിധിയിലെത്തി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ പൂജകൾ ചെയ്ത് പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിനമാണ് പ്രദോഷ ദിനം. ഈ പ്രദോഷ വ്രതം എല്ലാ ശിവഭക്തന്മാരും എപ്പോഴെങ്കിലും ഇത് എടുത്ത് ശിവഭക്തി മനസ്സിൽ ധ്യാനിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് അത് നമുക്ക് ഈ മുക്തി നേടുവാനായിട്ട് സാധിക്കും എന്നെനിക്ക് ഈ സമയം പറയുക.